അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്താണെന്ന് കണ്ടു. അത് സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് കണ്ടു, ബ്രൂട്ട് ഫോഴ്സ് വഴി. നമ്മളിനി ഈ സെഷനിൽ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുക, അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ റിസൾട്ട് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഓരോ സ്റ്റെപ്പിലും ഇതിൻ്റെ വെയിറ്റ് എത്രയാണെന്നുള്ളത് ബ്രീഫായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ കാണാം. നമ്മൾ ആദ്യം ചെയ്തത് നമ്മൾ 2 എന്നുള്ള ഈ പോയിൻ്റിൽ എത്തി നിൽക്കുമ്പോൾ ഈ പോയിൻ്റിലേക്ക് 1 നിന്ന് എത്ര ദൂരമുണ്ട്, അതിൻ്റെ കൂടെ അതിന് താഴെ വന്നിരിക്കുന്ന എല്ലാ സ്റ്റേജിൻ്റെയും കൂടി ഏറ്റവും മിനിമം പാത്ത് അതിൻ്റെ വെയിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാത്തിൻ്റെ വെയിറ്റ് നമുക്ക് കിട്ടും. അതേപോലെ 3 നമ്മൾ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. 3ൻ്റെ താഴേക്കുള്ള ഏറ്റവും മിനിമം ആയിട്ടുള്ള പാത്തുകൾ 2-നകത്തുനിന്ന് നമ്മൾ സെലക്ട് ചെയ്തു, കണ്ടു. അതിൽ നിന്നും ഏറ്റവും മിനിമം ആയിട്ടുള്ള പാത്ത് എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ 1ലേക്കുള്ള ഈ എഡ്ജിൻ്റെ വെയിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാത്തിൽ കൂടി 3 വഴി താഴേക്ക് പോകുന്ന എല്ലാ വെർട്ടെക്സുകളുടെയും പ്ലസ് 1ലേക്ക് 3-ൽ നിന്ന് പോകുന്ന, അല്ലെ 1-ൽ നിന്നും 3ലേക്ക് പോകുന്ന എഡ്ജിൻ്റെ വെയിറ്റ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് പാത്തിൻ്റെ വെയിറ്റ് കിട്ടും. അടുത്തത് 1-ൽ നിന്ന് 4ലേക്ക് പോവുകയാണ്. 1-ൽ നിന്ന് 4ലേക്കുള്ള എഡ്ജിൻ്റെ വെയിറ്റിൻ്റെ കൂടെ ഈ 4 എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ ഡിസ്റ്റൻസ്, താഴേക്കുള്ള 1 വരെയുള്ള വെയിറ്റ്, അതിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള പാത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാത്തിക്കോടുള്ള വെയിറ്റ് കൂടി കിട്ടും. അപ്പോൾ ഇതിൽ നിന്നും ഈ 3 ഓപ്ഷനകത്ത് നമുക്ക് മിനിമം ആയിട്ടുള്ളത് നമുക്ക് വെയിറ്റായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഇത് ക്ലിയറായിട്ട് ഈ ഡയഗ്രാം കാണുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കുന്നു. നമ്മൾ ഈ 2 പാത്തിൻ്റെയും മിനിമത്തിൻ്റെ കൂടെ ഈ എഡ്ജ് ആഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഇതിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള പാത്ത് കിട്ടുന്നു. 3-ലെടുത്തതിന് ശേഷം അതിൽ താഴെ മിനിമം ആയിട്ടുള്ള 2 പാത്തിനകത്തെ വാല്യൂ, അതിൻ്റെ കൂടെ ഈ എഡ്ജ് റെഡ് കളറിൽ ആഡ് വരച്ചിരിക്കുന്ന ഈ എഡ്ജിൻ്റെ വെയിറ്റ് ആഡ് ചെയ്യുമ്പോൾ ഈ കംപ്ലീറ്റ് താഴേക്കുള്ള 1, 3, 2, 4 അല്ലെ 1, 3, 4, 2 ഇതിലേക്കുള്ള എഡ്ജുകളുടെ ഈ മിനിമം ആയിട്ടുള്ള വെയിറ്റ് കാണാം. അതേപോലെ 4 നിന്ന് കഴിയുമ്പം 4ൻ്റെ താഴേക്കുള്ള വെർട്ടെക്സുകളുടെ എല്ലാത്തിൻ്റെയും കൂടെ സമ്മ് വരുമ്പോൾ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഈ 2 പാത്തിനകത്ത് ഏറ്റവും മിനിമം ആയിട്ടുള്ള പാത്ത് എടുത്ത് അതിൻ്റെ ഡിസ്റ്റൻസ് ഇവിടെ നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ എഡ്ജിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1-ൽ നിന്ന് 4 വഴിയുള്ള എല്ലാ പാത്തിൻ്റെയും മിനിമം ആയിട്ടുള്ള വാല്യൂ കിട്ടും, മിനിമം ആയിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഇതിൽ നിന്നും ഏറ്റവും മിനിമം നമ്മൾ എടുക്കുകയാണ്, അല്ലേ? അപ്പോൾ നമുക്കതിനെ തൽക്കാലം ഒരു ഇക്വേഷൻ ആക്കി കഴിഞ്ഞാൽ ജി എന്ന് പറഞ്ഞാൽ കോസ്റ്റാണ്. കോസ്റ്റ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ സെറ്റാണ്. ഐ എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഞാൻ എടുത്തേക്കുന്ന വാല്യൂ ആണ്. ഞാൻ ആദ്യം എടുക്കുന്നത് ഇവിടുത്തെ 1 എന്നുള്ള വാല്യൂ ആണ്. ഐക്ക് പകരം 1 എടുത്തുവെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എസ് എന്ന് പറഞ്ഞ സെറ്റിനകത്ത് എന്തൊക്കെ വരും? ഈ എസിനകത്ത് 2 വരും, 3 വരും, 4 വരും. ഓക്കെ, അപ്പോൾ 1-ൽ നിന്നും 1 ഐ എടുത്തു കഴിഞ്ഞാൽ 1-ൽ നിന്നും വരുന്ന ബാക്കിയെല്ലാം ഇവിടെ എഴുതുകയാണ്. 2, 3, 4 ഇതിലെയുള്ള ദൂരം ഓരോന്ന്. ഓക്കെ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? മിനിമം ഓഫ്, അതായത് ഇതിൽ നിന്നും ഏറ്റവും മിനിമം അല്ല എടുക്കുന്നത്, ഈ ഓപ്ഷനാകുന്ന ഏറ്റവും മിനിമം ആണ് എടുക്കുന്നത്. ആണ് മിനിമം ഓഫ് കോസ്റ്റ് ഓഫ് ഐ കെ. എന്താണ് ഐ കെ എന്ന് പറഞ്ഞാൽ? കോസ്റ്റ് ഓഫ് ഐ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഓഫ് ഐ കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന 1 1-ൽ നിന്നും തൊട്ടടുത്ത് വരുന്ന വാല്യൂ എടുക്കുന്ന വാല്യൂ ഏതാണ്? 1 എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത എഡ്ജായിട്ട് എടുക്കുന്നത് ഇതാണെങ്കിൽ കെയുടെ വാല്യൂ 2. നമ്മൾ എടുക്കുന്നത് കെയുടെ വാല്യൂ 3 എടുക്കുകയാണെങ്കിൽ ഈ എഡ്ജാണ് എടുക്കുക. നമ്മളെടുക്കുന്നത് 4 ആണെങ്കിൽ 1, 4 ഈ എഡ്ജാണ് എടുക്കുക. അതാണ് ഈ പറയുന്നത്. ഓക്കെ, ഐയുടെ വാല്യൂ നമ്മൾ 1 ആണെന്ന് പറഞ്ഞു, 1 ആകാം. അതേപോലെ തന്നെ കെയുടെ വാല്യൂ എങ്ങനെ വരാം? കെയുടെ വാല്യൂ നമ്മൾ എടുക്കുന്നത് എന്താണ്? 2 ആണോ 3 ആണോ 4 ആണോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. 1, 2 ആകാം, 1, 3 ആകാം, 1, 4 ആകാം. ആ എഡ്ജ് ഏതാണോ അതിൻ്റെ വെയിറ്റ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇത് C(i)k എന്ന് പറഞ്ഞാൽ ഇതാകാം, C(i)k ഇതാകാം, C(i)k ഇതാകാം, ഏതുമാകാം. പ്ലസ് അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യണം? പ്ലസ് ജി കോസ്റ്റാണ്. കോസ്റ്റ് ഓഫ് എന്താകാം? കെ കോമ ഞാൻ എടുക്കുന്നത് എന്താണോ, ഈ കെയുടെ വാല്യൂ എന്താണോ, അത് 2 ആകാം, 3 ആകാം, 4 ആകാം, ഏതുമാകാം. അത് എന്താണോ അത്, കോമ യെസ് മൈനസ് കെ. അതെന്താണ് ഇങ്ങനെ വന്നിരിക്കുന്നത്? ഞാൻ എടുക്കുന്നത്, എനിക്ക് റിമൈനിങ് ആയിട്ടുള്ളത് ഇപ്പം ഞാൻ എടുക്കുന്നത് 2 ആകാം, 3 ആകാം, 4 ആകാം. അപ്പോൾ എനിക്ക് ബാക്കിയുള്ള സെറ്റ് എന്തൊക്കെയുണ്ട്? 1 കഴിഞ്ഞ് ബാക്കി എനിക്ക് ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട്? 2 ആണ്, 2, 3, 4 ഉണ്ട്. സപ്പോസ് ഞാൻ 2 എടുത്തു എന്ന് വിചാരിക്കുക. 2 എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള 3-ൽ നിന്ന്, സപ്പോസ് 2 എടുത്തു, 3-ൽ നിന്ന് 4-ലേക്കുള്ള ഈ ഡിസ്റ്റൻസ് എടുത്താൽ മതി അല്ലേ? 2 ഇവിടെ എടുത്തത് കൊണ്ട് തന്നെ ഓൾറെഡി ഞാൻ ഇവിടെ കെയുടെ വാല്യൂ 2 2 എടുത്തുകൊണ്ട് തന്നെ ഇത്രയും ഭാഗം എടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് റിമൈനിങ് ആയിട്ടുള്ള ആഡ് ചെയ്താൽ മതി. സപ്പോസ് ഞാൻ 4 ആണ് എടുക്കുന്നതെന്ന് വിചാരിച്ചു. സപ്പോസ് ഞാൻ 4 എടുത്തു കഴിഞ്ഞാൽ 4 കഴിച്ച് ബാക്കി 2ഉം 3ഉം, ഈ 2ൻ്റെയും 3ൻ്റെയും 1 വരെയുള്ള വെയിറ്റ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ഡിസിഷൻ ഇവിടെ മേക്ക് ചെയ്യുന്നുള്ളതനുസരിച്ച് ഇവിടുത്തെ വാല്യൂ മാറും. മനസ്സിലായിരിക്കുന്നത്. അതാണ് ഈ എസ്സിനകത്തുനിന്നും, എസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഏതൊക്കെയാണ്? 2, 3, 4 സെറ്റ്. അതിൽ നിന്നും കെ ഞാൻ എടുക്കുന്നത് എന്താണോ, ഇപ്പോൾ ഇവിടുന്ന് 2 എടുക്കുന്നതെങ്കിൽ ആ 2 ഇവിടെ കുറയ്ക്കണം. കാര്യം ഇവിടെ ഓൾറെഡി ഞാനത് എടുത്തല്ലോ, 2 ഓൾറെഡി ഈ വാല്യൂ ഇവിടെ കൺസിഡർ ചെയ്തല്ലോ, അതുകൊണ്ട് ബാക്കിയുള്ളത് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം G(k) ഓൾറെഡി ഇവിടെ വെയിറ്റ് കണ്ടു, ഓൾറെഡി ഇത്രയും വെയിറ്റ് കണ്ടതുകൊണ്ട് ബാക്കിയുള്ളത് ഇവിടെ എടുത്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കാണാം. സപ്പോസ് ഞാനിവിടെ 1 എടുത്തു എന്ന് വിചാരിക്കുക. മിനിമം ഓഫ്, ഇപ്പം ഞാൻ എടുക്കുന്നത് C(i)k എന്നുള്ളത് C(1k) എന്നുള്ളത് ഞാൻ 2 ചൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അതായത് C(i)k ഇത് ചൂസ് ചെയ്തു. ഓക്കെ, അതിൻ്റെ വെയിറ്റ് എത്രയാണ്? നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വെയിറ്റ് ഇവിടെ 10 ആണെന്ന് നമുക്ക് കാണാം. ഇതിൻ്റെ വാല്യൂ 10 ആണ്. പ്ലസ് G(k) ഞാൻ എടുത്തിരിക്കുന്നത് കെയുടെ വാല്യൂ 2 ആണ് അല്ലേ? G(k) എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഞാൻ ഇവിടെ 2 എടുത്തത് കൊണ്ട് G(k) എന്ന് പറഞ്ഞാൽ എന്തൊക്കെ എടുത്തു? എസ് മൈനസ് കെ എന്ന് പറയുമ്പോൾ ഇതൊഴിച്ച് ബാക്കി ഇതെല്ലാം ഇത്രയും എടുത്തു. 8 + 12 + 9 ഇത് കഴിച്ച് ബാക്കി എല്ലാം എടുത്തു അല്ലേ? 8 + 12 + 9, അതായത് ഇതിനകത്തുനിന്നും ഏറ്റവും മിനിമമാണ് എടുത്തിരിക്കുന്നത് അല്ലേ? അതായത് ഇവിടുത്തെ വാല്യൂ കെ എന്നുള്ളത് 2 ആണ്. എസ് മൈനസ് കെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? എസ് മൈനസ് കെ എന്ന് പറയുമ്പോൾ 2 കഴിച്ച് ബാക്കി 3, 4 ഇവിടെ വരിക. അതായത് എത്ര വരും? G(2), അതായത് കോസ്റ്റ് ഓഫ് 2 3, 4 എടുത്തതിന് ശേഷം 3, 4 കൺസിഡർ ചെയ്തിട്ട് 3, 4 കൺസിഡർ ചെയ്തിട്ട് ഇവിടുത്തെ കോസ്റ്റ് വരുന്നത് 25 ഓക്കെ, അപ്പം C(12) പ്ലസ് കോസ്റ്റ് ഓഫ് 2ൻ്റെ കോസ്റ്റാണ് വേണ്ടത്. ഈ 2ൻ്റെ കോസ്റ്റാണ് വേണ്ടത്. അതിനകത്ത് എന്തൊക്കെ ഘടകങ്ങളുണ്ട്? 3ൻ്റെയും 4ൻ്റെയും 1 തൊട്ടുള്ള ഇത്രയും ഡിസ്റ്റൻസ് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടി 25. അപ്പം 10ഉം 25ഉം കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 35. ഞാൻ ഈ മിനിമമാണ് എടുത്തിരിക്കുന്നത്. അത്തരത്തിൽ ഓരോന്നും എടുക്കണം. ഞാനിവിടെ 1, 2 സ്ഥാനത്ത് ഞാൻ 1, 3 കാണും. അതിനകത്ത് ഏറ്റവും ചെറുത് പാത്തുണ്ട്, ആ പാത്തിൻ്റെ വെയിറ്റ് ഇവിടെ ആഡ് ചെയ്തു. അതിനുശേഷം 1, 4 ഇവിടെ കാണണം, അതിൻ്റെ വെയിറ്റ് ആഡ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യത്തെ എടുത്തേക്കുന്ന ഈ ഫസ്റ്റ് ഈ പാത്ത് തന്നെയാണ് ഏറ്റവും ചെറുത്. അതുകൊണ്ടാണ് എനിക്ക് ആദ്യം എടുത്തപ്പോൾ തന്നെ ഇവിടെ ഉത്തരം കിട്ടിയത്, 35 കിട്ടിയത്. അതേപോലെ എല്ലാം എടുത്തതിന് ശേഷം അതിനകത്തെ മിനിമം വാല്യൂ വേണം. അതായത് 1, 2 മിനിമം, 1, 3 മിനിമം, 1, 4 മിനിമം, അത്തരത്തിൽ ഓരോന്നും നോക്കിയതിന് ശേഷം വേണം അതിനകത്തെ മിനിമമാണ് ഇവിടെ ആൻസറായിട്ട് എടുക്കുക. നമുക്ക് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഇക്വേഷനിൽ നമ്മൾ കണ്ടിരുന്നു. ഈ പിക്ചർ നോക്കുക, ഈ ട്രീ നോക്കുക. ഇവിടെ
ജി ഓഫ് ടു നമുക്ക് ആദ്യം കാണാം. ജി ഓഫ് ടുവിന് എങ്ങോട്ടാണ് പിന്നെ പോവുക? ടൂവിൽ നിന്നും പിന്നെ പോവുക 1ലേക്കാണ്. അതായത് നള്ളാണ് എടുക്കുക. അതെത്രയാണ് അതിൻ്റെ വെയിറ്റ്? അതിൻ്റെ വെയിറ്റ് 5ആണ്. ഇതിൻ്റെ വെയിറ്റ് 5ആണ്. അടുത്തത് നമുക്ക് ജി ഓഫ് 3 എടുക്കാം അല്ലേ. ജി ഓഫ് 3 അതെങ്ങോട്ടാണ് പോവുക? 1ലേക്കാണ് പോവുക. അതിൻ്റെ വെയിറ്റ് 1ആണ്. അതിനുശേഷം 2, 3 കണ്ടു. അടുത്തത് 4, ജി ഓഫ് 4. ഇത് ഓൾറെഡി റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. 2വിൻ്റെ തന്നെ അതേ വാല്യൂ തന്നെയാണ് വരിക. 4 നമ്മൾ ഓൾറെഡി 4 എടുത്തിട്ടില്ല. ഇതെടുക്കുകയാണ്. ജി ഓഫ് 4 എങ്ങോട്ടാണ് പോവുക? 5 ആണ്. 1ലേക്കാണ് പോവുക. അതുകൊണ്ട് ഇതിൻ്റെ വെയിറ്റ്, ഈ കാണുന്ന എഡ്ജിൻ്റെ വെയിറ്റ് തന്നെയാണ് 8. ഓക്കെ, ബാക്കി ഇത് റിപ്പീറ്റേഷനാണ് വന്നത്. 3ൽ നിന്നുള്ളത് 4ൽ നിന്ന് 1ലേക്കുള്ളത് റിപ്പീറ്റേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ലാസ്റ്റ് സ്റ്റേജിലെ കണ്ടു. ഈ നെക്സ്റ്റ് ഈ മുകളിലേക്ക് പോവുകയാണ്. നമ്മളിനി തൊട്ട് മുകളിലേക്ക് പോവുകയാണ്. അതായത് ഇതിൻ്റെ വെയിറ്റ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജി ഓഫ് 2വിൽ നിന്ന് എങ്ങോട്ടാണ് പോവുക? തൊട്ട് മുകളിലത്തെ സ്റ്റേജിൽ 2വിൽ നിന്നും നമുക്ക് 2വിൽ നിന്നും 4ലേക്ക് പോകാം. 2വിൽ നിന്നും 4ലേക്ക് പോകാം. അതേപോലെ 2വിൽ നിന്നും 3ലേക്ക് പോകാം അല്ലേ. ജി ഓഫ് 2വിൽ നിന്നും 3യിലേക്കും പോകാം. 2 ഓപ്ഷനാണ് ഈ ലെവലിലുള്ളത്. അപ്പോൾ എന്ത് വരും ഇവിടെ? ജി ഓഫ് 24 എന്ന് പറയുമ്പം ജി ഓഫ് 24 എന്ന് പറയുമ്പോൾ ഇത് രണ്ടോട് ആഡ് ചെയ്യണം. അതായത് കോസ്റ്റ് ഓഫ് 24 എന്ന് പറയുമ്പം ഈ എഡ്ജിൻ്റെ കോസ്റ്റും വരും, അതേപോലെ ഈ 4ൻ്റെ ഡിസ്റ്റൻസും വരും. അതായത് 8 + 10 18 എന്ന് വരും. ഇത്രയും. ഇതാണ് ജി ഓഫ് 24. ജി ഓഫ് 24 ഇതാണ് വരിക. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മളിനി ജി ഓഫ് 23 കാണാം. ജി ഓഫ് 23 എന്ന് പറഞ്ഞാൽ എന്താണ്? ജി ഓഫ് 23 എന്ന് പറഞ്ഞാൽ ഇതാണ് ജി ഓഫ് 23. അപ്പം ഇതിൻ്റെ പാത്തിൻ്റെ വെയിറ്റും അതിനൊപ്പം തന്നെ ഇതിൻ്റെ 3ൻ്റെ ഡിസ്റ്റൻസും, അതായത് 6, 9, 6, 15 എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത് എന്താ കാണുക? ഇപ്പോൾ 2ൻ്റെ എല്ലാം തീർന്നു. ഇനി കാണേണ്ടത് 3യുടെ. ജി ഓഫ് 3 ഏതൊക്കെയുണ്ട്? ജി ഓഫ് 3 2 ഉണ്ട് അല്ലേ. ജി ഓഫ് 3 2 ഉണ്ട്, 3 4 ഉണ്ട് അല്ലേ. 3 4 ജി ഓഫ് 3 4. ഓക്കെ, ഇതുകൊണ്ട് 3 സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഉണ്ട്. വെയിറ്റ് നോക്കാം. ജി ഓഫ് 3 2 എന്ന് പറയുമ്പം 13 + 5 എത്രയാണ്? 18. 3 4 എന്ന് പറയുമ്പോൾ 12 + 8 20ആണ്. ഇനി ഏതാ ഉള്ളത്? 4 3 അല്ലേ. ജി ഓഫ് 4 3 ഉണ്ട്. 4 2 ഉണ്ടോ? അവിടെ 4 2 ഉണ്ട്. ഉണ്ടോ? 4 2 4 3 ഞാൻ തിരിച്ചെടുത്തു എന്നുള്ളൂ, കുഴപ്പമില്ല. 4 2. ഇനി 4 3 എത്രയാണ്? ജി ഓഫ് 4 3 എന്ന് പറയുമ്പം 9 + 6 15. 4 2 8 5 13. ഇങ്ങനെയാണ് വരിക. ഇനി അടുത്ത സ്റ്റേജിൽ അപ്പോൾ ഈ ലെവലായി. ഇവിടെ ഓൾറെഡി 1 ആണ്. നമുക്ക് 1 എന്നുള്ളത് 0 തന്നെയാണല്ലോ, അതുകൊണ്ട് ഇത് കൺസിഡർ ചെയ്യേണ്ട. എത്രയായി? ഇനി അടുത്ത് ഈ ലെവലിൽ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇനി അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക? 2വിലേക്ക് ജി ഓഫ് 2ലേക്ക് എത്തി. 2ലേക്ക് എത്തി? 2ലേക്ക് നമ്മളെടുത്തത് 3 4 വഴിയാണോ? 3 4 വഴി ഈ പാത്താണോ എടുത്തത്? ഈ പാത്ത് എടുത്തതെങ്കിൽ ജി ഓഫ് 3 4 ഈ പാത്ത് എടുത്തതെങ്കിൽ അതിൻ്റെ വെയിറ്റ് എത്ര വരും? 10 അല്ലേ. 8 12 8 20 21 29 വരും. അപ്പോൾ 29 ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ ഈ പാത്ത് എടുക്കാമല്ലോ അല്ലേ. ജി ഓഫ് അല്ലെങ്കിൽ ജി ഓഫ് 2 4 3 വരാം. 4 3 വരാം. അതെത്രയാണ്? ജി ഓഫ് 9 6 15 15 10 25 വരാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ രണ്ടിനകത്ത് ഏതെങ്കിലും ഒരു വാല്യൂ എടുത്താൽ മതി. ഇപ്പോൾ ചെറിയ വാല്യൂ 25ആണ്, അതുകൊണ്ട് നമ്മൾ ഇത് മാത്രം എടുത്താൽ മതി. ഓക്കെ, എന്ന് പറഞ്ഞ പോലെ ബാക്കി നോക്കുക. അടുത്തത് 3യിൽ നിന്നുള്ളതാണ്. 3യിൽ നിന്നുള്ള ഏറ്റവും ചെറുത് ഏതാ? 3യിൽ നിന്നും ചെറിയ വാല്യൂ ഏതാണെന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ 13 12 25ആണ് ചെറുത്, അതുകൊണ്ട് ഈ പാത്താണ് എടുക്കുക. ഓക്കെ, 3 ഓഫ് 2 4 ഇത്
നമ്മൾ എഴുതുമ്പോൾ തിരിച്ചാണ് എഴുതുക കേട്ടോ. ഇവിടെ 4 3 അല്ല, താഴെ നിന്ന് എടുക്കുക 4 3. അപ്പോൾ ഇവിടെയോ ജി ഓഫ് നമ്മൾ എടുക്കുന്നത് മൂന്നാമത്തെയാണ്. മൂന്നാമത്തേതിലെ നോക്കിയേ 2 4 ആണ് ഇങ്ങനെ വരിക. 2 4 ഈ പാത്തല്ലേ മിനിമം. നോക്കിയേ, ഇതിനകത്ത് ഏറ്റവും മിനിമം ആയിട്ടുള്ളത് ഈ പാത്താണ്. ഇതിൽ കൂടുതലാണ്, ഇതാണ് കുറവ്. 8 5 13 12 25 ആകെ ഇവിടെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം എടുത്താൽ മതി. അതിൻ്റെ വാല്യൂ എത്രയാണ്? 25ആണ്. അതേപോലെ ഇനി 4 നിൽക്കുകയാണ്. ഇപ്പോൾ ഈ 2 ഓപ്ഷനും ഇതും കഴിഞ്ഞു, ഇതും എടുത്തു കഴിഞ്ഞു, ഇതും എടുത്തു കഴിഞ്ഞു. ഇനിയുള്ളത് ഈ റൈറ്റ് സൈഡിൽ ഈ സെക്ഷൻ മാത്രമാണ്. അതിൽ ഏറ്റവും മിനിമം ഏതാണെന്ന് നോക്കുക. മിനിമം എടുത്ത് വന്നിരിക്കുന്നത് 13 അല്ലേ, ഇവിടെ 13 വന്നു, 9 6 15 ഇവിടെ വന്നു. ഇവിടെ എത്രയാണ്? 18ആണ്. 13 5 18 വന്നു. അപ്പോൾ ഇത്ര എടുത്തു കഴിഞ്ഞാൽ 15 വരുള്ളൂ. ഇത് 18ആണ്. അതുകൊണ്ട് ഇത് നമുക്ക് വേണ്ട. ഇത് മാത്രം എടുത്താൽ മതി. അപ്പോൾ ജി ഓഫ് 4 എന്ത് ചെയ്യണം? 4 ഈ പാത്ത് 3 2 ഇവിടെ പറയുക. 3 2 എത്ര വന്നു? അത് 23 വന്നു അല്ലേ. ഇനി ഇത് ഓരോന്നിൻ്റെയും വെയിറ്റ് കൺസിഡർ ചെയ്യുക. നമ്മൾ ഈ മൂന്നിൻ്റെ വെയിറ്റ് എത്രയാണ്? ജി ഓഫ് 3 എന്ന് പറഞ്ഞാൽ നോക്കിയേ, ജി ഓഫ് 3യുടെ വെയിറ്റ് ഇവിടെ 15ആണ്. അതായത് ജി ഓഫ് 3യുടെ വെയിറ്റ് ഇവിടെ 15ആണ്. 4ൻ്റെ വെയിറ്റോ? 4ൻ്റെ വെയിറ്റ് ഇവിടെ നോക്കിയാൽ കാണാം. 1 4 20ആണ്. അതേപോലെ 1ൻ്റെ വെയിറ്റ് നോക്കിയേ, 1 2 ആണെങ്കിൽ 1 2 ആണെങ്കിൽ 10ആണ്. 1 2 ആണെങ്കിൽ 10ആണ്. അപ്പോൾ ഈ മൂന്നും നമുക്ക് എടുത്തെഴുതുകയാണെങ്കിൽ എന്ത് വരും? ഒന്ന് അടുത്ത സ്റ്റേജ് നമുക്ക് വേണമെങ്കിൽ വേറെ ഇക്വേഷൻ ഇടാം, പക്ഷേ ഞാനിവിടെ വെച്ച് തന്നെ എഴുതി പോകുന്നുള്ളേ ഉള്ളൂ. അതായത് ജി ഓഫ് 2 3 4 എന്നുള്ള പാത്ത് എടുക്കുകയാണെങ്കിൽ എത്ര വരും? 10 അധികം ഈ വാല്യൂ 29 അത് വരും. ഓക്കെ, 25ആണ്. ഈ വാല്യൂ എടുക്കുക കേട്ടോ. 25ആണ്. 25. അടുത്തത് സെക്കൻഡ് പാത്താണ്. ജി ഓഫ് 3 2 4 എടുക്കുന്നതെങ്കിൽ എത്ര വരും? 15 + 25 വരും. ഓക്കെ, ഇതെടുക്കുന്നതെങ്കിൽ ഇത് വരും, ഇതെടുക്കുന്നതെങ്കിൽ ഇത് വരും. ഇനി അടുത്ത് ജി ഓഫ് 4 3 2 എടുക്കുന്നതെങ്കിലോ ഇവിടുത്തെ വാല്യൂ 20 + 23 43 വരും. ഇത് 40 വരും. ഇതാകുമ്പോൾ 35 വരും. ഇതിലേറ്റവും ചെറിയ വാല്യൂ ഏതാണ്? ഇതിലേറ്റവും ചെറിയ വാല്യൂ ഇതാണ്. ഓക്കെ, അങ്ങനെയാണ് ഈ ഇക്വേഷൻ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.